ഞാൻ വെടിവെച്ചിടും. ഓ പിന്നെ സ്റ്റോപ്പ്. തേൻ വീണ് കിട്ടിയതാ. പകുതി കൊത്തിപ്പോയി, എന്നാലും സൂപ്പറാ. അപ്പോൾ 10-20 ചോള കൊണ്ടുവന്ന് കരുതി. അച്ഛന് വലിയ ഇഷ്ടാ. ഇതെന്തു പറ്റി? മൂഡ് ഓഫ് ആണല്ലോ. അച്ഛൻ്റെ ഓരോ അപ്പു സിംഗ് വന്നേ. ഇതാ ഇതുകൊണ്ടേ അപ്പൂപ്പിന് കൊടുത്തേ. അതും നോക്കി ഡെസ്പാവാനിരിക്കുകയാണെങ്കിൽ ഞാനിവിടെ നിന്ന് ഓടിപ്പോണ്ട സമയം കഴിഞ്ഞു. അച്ഛൻ നല്ല ഫ്രസ്ട്രേറ്റഡാ. ഷാജി പോയ പിന്നെ നല്ല കുത്തായിരുന്നു. അതാ ഞാൻ വീട്ടിൽ പോണ കാര്യം. ഞാൻ എന്തോ ഉന്തിത്തള്ളി അട്ടപ്പാടി വീട്ടിൽ കൃഷി ചെയ്യാൻ പറഞ്ഞ പോലെ അച്ഛൻ കാണുന്നത്. 2 ദിവസം കഴിയട്ടെ പ്ലീസ്, നാളെ തന്നെ കൊണ്ടാക്കണം. മത്താപ്പൂവൊക്കെ വന്നിട്ടുണ്ട്. നാളെ 25 അല്ലേ? അച്ഛൻ്റെ ചെക്കപ്പ് ഡേറ്റ് ആണ്. നിന്നെ കൊണ്ടാക്കാൻ ഞാൻ വന്നാൽ തിരിച്ചു വരുമ്പോൾ എല്ലാം കൂടെ ചേർത്ത് നിനക്ക് തന്നെ കിട്ടും. വേണോ? ഞാൻ വേറെ ദിവസം കൊണ്ടാക്കാം. ഷാജിക്ക് സമയമില്ലെങ്കിൽ അനിയെ വിളിച്ചെന്ന് പറ എന്നെ ഒന്ന് കൊണ്ടാക്കാൻ. അനിയാവോ നേരത്തെ വന്നിട്ടുള്ളതല്ലേ. രമ്യയുടെ കല്യാണത്തിന് അന്ന് വരെ മുങ്ങിയ ആളാ ഷാജി. അതൊന്ന് അട്ടപ്പാടിയിൽ സ്ഥലം നോക്കാൻ പോയതല്ലേ. വണ്ടിയും കേടായി. നീ അച്ഛനെ വിളിച്ചു പറ സുധിയേട്ടനെ ഇങ്ങോട്ട് വിടാൻ. ആ, അത് പറഞ്ഞപ്പോഴാവട്ടെ മീനച്ചെറിയമ്മ വിളിച്ചിരുന്നു. ബാംഗ്ലൂരിൽ വിനുവിൻ്റെ അഡ്മിഷൻ്റെ കാര്യം ചോദിച്ച്. പൈസ റെഡിയാണത്രേ. ഷാജി ബാംഗ്ലൂർ പോയ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. തിരിച്ചു വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടില്ലേ? ഓക്കെ അല്ലേ? ഓക്കെയാണ്. അടക്കങ്ങ് പറിച്ചാലോ എന്നാ? ഒരാഴ്ച കഴിയട്ടെ. വെച്ച് താമസിപ്പിക്കണ്ട. മഴ പെയ്താൽ പിന്നെ കയറ്റം നടക്കല്ല. നമുക്കങ്ങ് പറിച്ചേക്കാം. നാളെ ഒരു തെളിച്ചം കാണുന്നുണ്ട്. നാളെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം. അത് കഴിയട്ടെ. അല്ല, ഞാനുണ്ടല്ലോ. നമുക്ക് തമിഴന്മാരെ വിളിക്കാം. അതാവുമ്പോൾ കൂലി കുറച്ച് കൊടുത്താൽ മതി. പിന്നെ ആ വേലും പിള്ളേരോട് എങ്ങാണ്ട് വിരുന്ന് പോയിരിക്കുക. ഒരു 3-4 പേര് മതി. ഓ ആയിക്കോട്ടെ. പോട്ടെ പോട്ടെ. എന്ത് പറ്റി? ഭൂതോ? എവിടെ? കിണറിന്റെ അപ്പുറത്ത്. കിണറിന്റെ അപ്പുറത്തോ? അയ്യോ മോനെ, അത് മണിയാശാനല്ലേ. മണിയാശാൻ ഭൂതത്തിന്റെ വേഷം കിട്ടുന്നല്ലേ. ചീത്ത കുട്ടികളെ മാത്രം ഭൂതം പിടിക്കുള്ളൂ. മോൻ ചീത്ത കുട്ടിയാണോ? അല്ല. പിന്നെന്താ?